ഹായ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും നാൾ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിരുന്നു ഏറ്റവും ഒരു റിക്വസ്റ്റഡ് വീഡിയോ. പക്ഷേ അപ്പോൾ അതിനെയൊക്കെ കടത്തി വെട്ടി എൻ്റെ വെയ്റ്റ് ട്രാൻസ്ഫോർമേഷൻ എങ്ങനെയാണ് ട്രാൻസ്ഫോം ആയത് എന്ന് ഒത്തിരി പേർക്ക് അറിയാനായിരുന്നു. ഒത്തിരി എന്ന് പറയുമ്പോഴത്തേക്കും ശരിക്കും ഒരു ഞാൻ എക്സാജറേറ്റ് ചെയ്യില്ല, പക്ഷെ എനിക്കൊന്ന് മിനിമം ഒരു 500 ഓർ മോർ ദാൻ അത്രയ്ക്കും ആൾക്കാർ ചോദിച്ചായിരുന്നു. അപ്പം ഞാൻ ശരിക്കും വിചാരിച്ചത് എനിക്ക് കുറച്ചുകൂടെ ട്രാൻസ്ഫോം ആയിട്ടൊരു വീഡിയോ ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഓക്കെ, എനിക്ക് വേണ്ട ഒരു വെയിറ്റ് ഞാൻ ഗെയിൻ ചെയ്തു, ബട്ട് ദെൻ കുറച്ചുകൂടെയൊക്കെ ബോഡിയൊക്കെ കുറച്ചുകൂടെ ഒന്ന് ടോൺ ആക്കിയിട്ടൊരു വീഡിയോ ചെയ്യാമെന്നാണ് വിചാരിച്ചത്. അപ്പം ഞാൻ ഒരു കമൻറ്റ് കണ്ടു എൻ്റെ ഒരു വീഡിയോയിൽ, അതായത് ഈ ലോക്ക്ഡൗൺ സമയത്ത് പറ്റുവാണെങ്കിൽ ഒന്ന് വേഗം വീഡിയോ ഇടാമോ, കാരണം ലോക്ക്ഡൗൺ സമയത്ത് ഇടുകയാണെങ്കിൽ അത് ഒത്തിരി പേർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഐ തോട്ട് ശരിയാണല്ലോ, ഇനി ഞാൻ എൻ്റെ കുറച്ച് സെൽഫിഷ് ആവുമല്ലേ, ഞാൻ ഇത്രയും കൂടെ പെർഫെക്റ്റ് ഒക്കെ ആയിട്ട് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ വേഗം ഒരു വീഡിയോ ചെയ്യാം, ആർക്കെങ്കിലുമൊക്കെ ഒരു ഹെൽപ്പ് ആയാലോ. പിന്നെ അഥവാ എൻ്റെ ഈ വീഡിയോ ആരല്ലോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇത് വണ്ണമുള്ള ഒരാൾ മെലിഞ്ഞ വീഡിയോ അല്ല. കാരണം സ്ഥിരം അങ്ങനെയാണല്ലോ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ കൂടെ എന്താ ഓട്ടോമാറ്റിക്കലി പോകുന്നത്, ഓ വണ്ണമുള്ള ഒരാൾ മെലിഞ്ഞു. ബട്ട് ഇത് അങ്ങനത്തെ വീഡിയോ അല്ല. വണ്ണം ഇല്ലാത്തൊരു കുട്ടി അത്യാവശ്യം വണ്ണം വെച്ചു, വണ്ണമല്ല അത്യാവശ്യം ഒരു സൈസ് വെച്ചൊരു വീഡിയോ ആണ്. അധികം അവർ സംസാരിക്കാത്തൊരു ടോപ്പിക്കാണ് മെലിഞ്ഞ ആൾ വണ്ണം വെക്കുന്നത്. സോ ഐ എം ഹിയർ ടു ടോക്ക് അബൌട്ട് ദാറ്റ്. അപ്പോൾ വെയിറ്റ് സംഭവത്തിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ എൻ്റെ മുടി വെട്ടി. അത് ഒബ്വിയസ്ലി നിങ്ങൾക്ക് മനസ്സിലായിക്കാണ്, ഞാൻ വീഡിയോ ഇട്ടായിരുന്നു യൂട്യൂബിൽ. അപ്പോൾ ഒത്തിരി പേർക്ക് ഭയങ്കര വിഷമം, അയ്യോ വെട്ടണ്ടായിരുന്നു എന്നൊക്കെ. എനിക്ക് പോലും അത്ര വിഷമമില്ല ആക്ച്വലി. അത് എനിക്ക് തോന്നുന്നു കഴിഞ്ഞൊരു 5-6 വർഷമായിട്ട് മുടി വെട്ടിയിട്ടേ ഇല്ല. അതെനിക്ക് താല്പര്യമില്ലായിരുന്നു, എനിക്ക് എപ്പോഴും ലോങ് ഹെയർ ആയിരുന്നു. അപ്പോൾ ദെൻ ഞാൻ തന്നെ ഇങ്ങനെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കൂടെ ഒക്കെ നോക്കിയപ്പോൾ ഒരു ചേഞ്ച് ഇല്ല, എൻ്റെ ഹെയർ സ്റ്റൈൽ ഒട്ടും ഒരു ചേഞ്ച് ഇല്ല. എപ്പോഴും ആ ഒരു അതേ നീണ്ട മുടി. ഇറ്റ് വാസ് നൈസ്, ഐ ലൈക്ഡ് ഇറ്റ്. അപ്പോൾ ദെൻ ഐ ഫെൽറ്റ് ഒരു ചേഞ്ച് വേണം. ആൻഡ് എന്തൊക്കെ പറഞ്ഞാലും മുടി വളരും, അതുകൊണ്ടാണ് ഞാൻ വെട്ടിയത്. പിന്നെ അത് മാത്രമല്ല, ഫോർ മീ ഇത് ഞാൻ പറയുന്ന കേട്ട് ഇനി ആരും ഇത് ചെയ്യാമെന്ന് നിൽക്കല്ലേ. എനിക്ക് തോന്നിയത് തിന്നായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ഹെയറും കൂടെ ലോങ് ആണെങ്കിൽ ഓവറോൾ കുറച്ചുകൂടെ തിൻ ലുക്ക് കൊടുക്കും. അപ്പോൾ എനിക്ക് അത് തോന്നി. അപ്പോൾ ഇങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ചു നിങ്ങൾക്ക് എന്ത് തോന്നുന്നു. അപ്പോൾ അവരും പറഞ്ഞു ശരിയാണ്, മുടി കുറച്ചുകൂടെ വെട്ടിയാൽ അത് കുറച്ചുകൂടെ ചബ്ബി ഫീല് കിട്ടും എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ എന്തായാലും വെയിറ്റ് കുറച്ച് ഗെയിൻ ചെയ്ത സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു ചേഞ്ചും കൂടെ മൊത്തത്തിൽ എൻ്റെ ഓവറോൾ ഒരു ലുക്ക് കുറച്ച് മാറും. അതുകൊണ്ടാണ്. അപ്പോൾ ഇത് പറയുമ്പോൾ ഞാൻ മെലിഞ്ഞിരിക്കുന്ന മോശമാണെന്നോ അങ്ങനെ ഒന്നുമല്ല ഇവിടെ പറയുന്നത്. ബട്ട് ദെൻ എനിക്ക് കുറച്ചുകൂടെ വെയിറ്റ് ഗെയിൻ ചെയ്യണമായിരുന്നു. അപ്പോൾ ഒരു ടോട്ടൽ ഔട്ട്ലുക്ക് മാറാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഹെയർ കട്ടും സംഭവങ്ങളും ഒക്കെ. അപ്പോൾ എനിക്ക് ഈ മെലിഞ്ഞിരിക്കുന്നതിൻ്റെ ബോഡി ഷേമിംഗ് ഒക്കെ അത്യാവശ്യം കിട്ടിയിട്ടുള്ളതാണ്. ബട്ട് ഞാനതൊരു സീരിയസ് ഇതായിട്ടൊന്നും എടുത്തിട്ടില്ല. ഞാനെപ്പോഴും വോട്ടെവർ എനിക്ക് മെലിഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഇഷ്ടം. ഞാൻ ഭയങ്കര കെൻഡൽ ജെന്നർ ഫാനൊക്കെ, അപ്പോൾ എനിക്ക് അതുപോലെയൊക്കെ ഇരിക്കുന്നതാണ് എപ്പോഴും ഇഷ്ടം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും കെൻഡൽ ജെന്നറിൻ്റെ കൈ എന്നെക്കാട്ടിലുണ്ട്. എൻ്റെ കൈ ഭയങ്കര സ്റ്റിക്കായിരുന്നു. ലൈക്ക് എനിക്ക് കാലൊന്നും വലിയ കുഴപ്പമില്ല, ഈ കയ്യിൽ വണ്ണം വെക്കുന്നതായിരുന്നു ഏറ്റവും പാടും. ഓക്കെ, എന്ത് ചെയ്തിട്ടും ഇത് വരുന്നില്ല. എനിക്ക് ബാക്കി എല്ലാം മെലിഞ്ഞിരുന്നാലും കുഴപ്പമില്ല, കൈ എന്തെങ്കിലും ചെയ്യണമായിരുന്നു. അപ്പം ഞാൻ ഒരിക്കലും എനിക്ക് ഓർമ്മയുണ്ട്, ഗൂഗിൾ എടുത്തിട്ട് ഹൗ ടു ഗെയിൻ വെയിറ്റ് ഓൺലി ഇൻ ദ ആംസ് എന്നടിച്ചു. അപ്പോൾ ഫസ്റ്റ് എന്ത് വന്നു, ഞാൻ വായിക്കാതെ അങ്ങ് എടുത്തു. വായിച്ച് കുറച്ച് കഴിയുമ്പോഴാണ് മനസ്സിലായത് അത് മെലിയാനുള്ളതായിരുന്നു. അപ്പോൾ അത്രയ്ക്ക് ഗൂഗിളിന് പോലും താല്പര്യമില്ല വെയിറ്റ് കൂടാൻ. അതെനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം ഇപ്പോൾ എൻ്റെ സ്കൂളിലൊക്കെ എടുത്ത് നോക്കിയാൽ മെലിഞ്ഞ കുട്ടികൾ ഒത്തിരി പേരുണ്ട്, അണ്ടർ വെയിറ്റ് പോലും ഇരിക്കുന്നത്. പക്ഷേ ആരും അതിനെക്കുറിച്ച് സംസാരിക്കാറില്ല. എല്ലാവരും വണ്ണം കുറയാനുള്ള ഡയറ്റ്, വണ്ണം കുറയാനുള്ള എക്സസൈസ്, അതിനെക്കുറിച്ച് സംസാരിക്കാറുള്ളൂ. ഐ ഡോണ്ട് നോ വൈ. ഇത് കുറച്ചുകൂടെയൊക്കെ സംസാരിക്കണം, കാരണം ഒത്തിരി പേരുണ്ട് അണ്ടർ വെയിറ്റ് ആയിട്ടുള്ളവരും. ഓക്കെ, എനിവേസ്, അപ്പോൾ ഞാൻ എങ്ങനെയാണ് വണ്ണം വെച്ചാൽ അതാണല്ലോ വീഡിയോയുടെ ടോപ്പിക്, അതിലേക്ക് വരാം. സോ ഞാൻ March 1, എനിക്ക് ഡേറ്റ് കറക്റ്റ് ഓർമ്മയുണ്ട്, March 1 ഒരു ജിം ജോയിൻ ചെയ്തു. അപ്പോൾ അതെൻ്റെ ഫ്രണ്ടാണ് പറഞ്ഞത് നമുക്കിങ്ങനെ പോവാം, അത്ര നാളിങ്ങനെ മെലിഞ്ഞിരിക്കും, നമുക്ക് പോവാം. അപ്പോൾ എനിക്ക് വലിയ താല്പര്യമൊന്നും ഇല്ലായിരുന്നു, എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഞാൻ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ വെയിറ്റ് കൂടും എന്നൊക്കെ. കാരണം ഞാൻ സ്വന്തമായിട്ട് വീട്ടിൽ വർക്കൗട്ട് ചെയ്യാറുണ്ടായിരുന്നു, സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയം തൊട്ടേ ചെയ്യാറുണ്ടായിരുന്നു. വലിയ വ്യത്യാസമൊന്നും വരാറില്ലായിരുന്നു. ബട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം വരും എന്നൊരു ഹോപ്പിൽ ഞാൻ ചെയ്യുമായിരുന്നു. അപ്പോൾ കയ്യിലൊക്കെ ബൈസെപ്സ് ഒക്കെ കുറച്ചൊരു മസിലിൻ്റെ ഷേപ്പ് പോലെ വന്നു എന്നല്ലാതെ നോട്ടിസബിൾ ആയിട്ട് വലിയ വ്യത്യാസമൊന്നും വന്നില്ലായിരുന്നു. അപ്പോൾ ഒരു ജിം എനിക്ക് ഓക്കെ വലിയൊരു താല്പര്യം ഇല്ലായിരുന്നു. ബട്ട് സ്റ്റിൽ ഞാൻ വിചാരിച്ചാൽ പോവാം, എന്തോ ആവട്ടെ. അങ്ങനെ ജിം ജോയിൻ ചെയ്തു. അപ്പോൾ അവിടെ ഒരു ട്രെയിനർ ഒക്കെ ഉണ്ട്, പേഴ്സണൽ എന്ന് പറയുമ്പോൾ എൻ്റെ ഒറ്റയ്ക്കല്ല, അവിടെ വരുന്ന എല്ലാവർക്കും ട്രെയിനർ ചേട്ടനുണ്ട്. അപ്പോൾ ഇങ്ങനെ അവിടെ ആദ്യം ചെന്നപ്പോൾ തന്നെ വെയിറ്റ് കൂടാനല്ലേ ഞാൻ പറഞ്ഞു, ഒബ്വിയസ്ലി. അങ്ങനെ എനിക്ക് അപ്പോൾ ഒരു ഡയറ്റ് പറഞ്ഞു തന്നു ആദ്യം. അപ്പോൾ ഇതിൽ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ തുടങ്ങി കഴിഞ്ഞു. എനിവേസ് ഒരു മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ
വർക്കൗട്ട് വെറും 30% എഫക്റ്റേ തരും. ബാക്കി 70% നിങ്ങളുടെ ഡയറ്റാണ്. ഡയറ്റിലാണ് ഈ കാണുന്ന മൊത്തം ഉള്ളത്. ഞാൻ വിചാരിച്ചിരുന്നത് ഞാൻ വളരെ ഭക്ഷണം കഴിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളായിരുന്നു എന്നാണ്. ഞാൻ അത്യാവശ്യം കഴിക്കുമായിരുന്നു. ബട്ട് ഈ ഡയറ്റ് തുടങ്ങിയതിന് ശേഷമാണ് ശരിക്കും ഇത്രയൊക്കെ കഴിച്ചാലേ അത് ബോഡി കാണൂ എന്ന് എനിക്ക് മനസ്സിലായത്. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇന്നേ വരെ ഇങ്ങനെ കഴിച്ചിട്ടില്ല. ബട്ട് നൗ ഐ ആം ഏബിൾ ടു ഈറ്റ്. എൻ്റെ ആപ്പറ്റൈറ്റ് അത്ര വലുതായി. അപ്പോൾ ഈ വീഡിയോയിലൂടെ ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിച്ച് പോകാനാണ് വിചാരിച്ച. ഫുഡിനെ കുറിച്ച് സംസാരിച്ച് പോകേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാവാനായിട്ട് ഞാൻ കഴിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറിൻ്റെ ഒരു ചെറിയൊരു ഷോർട്ട് എടുത്ത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുമുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ബ്രേക്ക്ഫാസ്റ്റ് നോക്കാം. ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ്. ഇഡ്ഡലി ഞാൻ പണ്ടൊക്കെ മാക്സിമം പോയ 2 അല്ലെങ്കിൽ അത്ര വിശപ്പാണെങ്കിൽ 3 കഴിക്കും. അപ്പം ഞാൻ എന്നും ഒരു 4 എണ്ണം മിനിമം കഴിക്കും. ആൻഡ് എൻഷ്യൂർ ഒരു ഇത്ര കുടിക്കും. ഓക്കെ, ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ്. ഇത്രയെങ്കിലും മിനിമം കഴിക്കണം. ദോശയാണെങ്കിലും ഇഡ്ഡലിയാണെങ്കിലും എന്താണെങ്കിലും. അപ്പോൾ എന്താണോ വീട്ടിലുള്ള ബ്രേക്ക്ഫാസ്റ്റ് അത് നിങ്ങൾ പണ്ട് കഴിക്കുന്നതിന് ഡബിള് കഴിക്കണം. അതാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ട ഒരു സംഭവം. ഞാൻ സത്യം പറയുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് മര്യാദയ്ക്ക് കഴിക്കാറ് പോലും ഇല്ലായിരുന്നു. സ്കൂളോ കോളേജോ ഉള്ള ദിവസമാണെങ്കിൽ രാവിലെ എണീക്കും, കൂടിപ്പോയോ 1 അല്ലെങ്കിൽ മാക്സിമം 2 ഇഡലി, ചിലപ്പോൾ പാൽ കുടിക്കും, അത്ര തന്നെ. അല്ലാത്ത ദിവസങ്ങൾ ഞാൻ എനിക്ക് തോന്നുമ്പോഴാണ് എണീക്കുന്നത്. മോസ്റ്റ് പ്രോബബ്ലി ആഫ്റ്റർ 11, ആഫ്റ്റർ 12. ഞാൻ 2 മണിക്ക് വരെ എണീച്ച സമയങ്ങളുണ്ട്. ഞാൻ വന്ന് ലഞ്ച് കഴിക്കും. അങ്ങനെയായിരുന്നു എൻ്റെ ഒരു ഇത്. അപ്പോൾ ഈ എൻഷ്യൂർ സാധനം ഞാൻ കാണിച്ചില്ല. എൻഷ്യൂർ ഒരു പൊടിയാണ്. എൻഷ്യൂർ പാലിൻ്റെ കൂടെ കലക്കി കുടിക്കാം, അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ കൂടെ കലക്കി കുടിക്കാം. എനിക്ക് പേഴ്സണലി പാലിൻ്റെ കൂടെ ഇഷ്ടം. പക്ഷേ ഞാൻ അടുത്തൊരു കാര്യത്തിലേക്ക് പോവുകയാണ്. ഈ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുമ്പോൾ ഒത്തിരി പിമ്പിൾസ് വരും. പിമ്പിൾ പ്രോൺ സ്കിൻ ആണെങ്കിൽ പിമ്പിൾസ് വരും. എനിക്ക് ഭയങ്കര പിമ്പിൾ പ്രോൺ സ്കിന്നാണ്. ഞാൻ പണ്ട് ഞാൻ മുട്ടൻ്റെ വൈറ്റ് ഒന്നും മുട്ടയുടെ യെല്ലോ ഒന്നും തൊടത്തില്ലായിരുന്നു. കാരണം അത് കഴിച്ച അടുത്ത ദിവസം പിമ്പിൾസ് വരും. ചിക്കൻ ആയാലും കൺട്രോൾ ചെയ്യണം. പിന്നെന്താ, ഓവർ സ്വീറ്റ് ഐറ്റംസ് ആണ് ഏറ്റവും ബാഡ് ഫോർ യുവർ സ്കിൻ. അപ്പോൾ ഇതിൽ ഇപ്പോൾ സ്വീറ്റ് നമുക്കില്ല. ബട്ട് മിൽക്ക് ഇസ് എ വെരി ഡയറി പ്രോഡക്റ്റ് അല്ല, അപ്പോൾ ഭയങ്കര പിമ്പിൾ കോസിങ് ഒരു പ്രോഡക്റ്റാണ്. അതുപോലെ തന്നെ എഗ്ഗിൻ്റെ യെല്ലോ ഇല്ല, വൈറ്റ് ആണ്. ബട്ട് സ്റ്റിൽ എനിക്ക് അറിഞ്ഞുകൂടാ. പിന്നെ ഒത്തിരി മീറ്റ് കഴിക്കണം. അപ്പോൾ ഇതെല്ലാം കാരണം ഒത്തിരി പിമ്പിൾസ് വരും. നിങ്ങൾ ഏതെങ്കിലും ഒരെണ്ണം സാക്രിഫൈസ് ചെയ്യണം. ഒന്നെങ്കിൽ സ്കിൻ അല്ലെങ്കിൽ ബോഡി. ഞാൻ ഇത്രയും നാൾ എൻ്റെ സ്കിൻ സാക്രിഫൈസ് ചെയ്ത് ഞാൻ ഒട്ടും എഗ്ഗ്, ഓവർ മീറ്റ് അങ്ങനത്തെ ഒന്നും ഐറ്റംസ് കഴിക്കാറില്ലായിരുന്നു. അതുകൊണ്ട് സ്കിൻ വലിയ കുഴപ്പമില്ലായിരുന്നു. പക്ഷേ ബോഡി ഭയങ്കര ശോഷിച്ചു പോയി. ഇപ്പം എൻ്റെ സ്കിന്നിൽ കുറച്ച് പിമ്പിൾസ് ഒക്കെ വരുന്നുണ്ട്. ഞാൻ തൽക്കാലം അത് മൈൻഡ് ചെയ്യുന്നില്ല. ബോഡി ഒന്ന് സെറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. സോ ദാറ്റ് വാസ് മൈ ബ്രേക്ക്ഫാസ്റ്റ്. ബ്രേക്ക്ഫാസ്റ്റിനോട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സ്പ്രൗട്ട്സ് ഒക്കെ വേണമെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഇറ്റ്സ് വെരി ഗുഡ്. പ്രോട്ടീൻ ഒത്തിരി ഉള്ളതുകൊണ്ട് യു കൻ ആഡ് ദാറ്റ് ഇഫ് യു വാണ്ട്. അടുത്തത് നമുക്ക് ലഞ്ചിലേക്ക് പോവാം. ഇപ്പം ലഞ്ചിന് എന്നോട് ആദ്യം പറഞ്ഞത് ബ്രെഡ് ഓർ ചപ്പാത്തി വിത്ത് ചിക്കൻ ബ്രെസ്റ്റ് അങ്ങനെയാണ് കഴിക്കാൻ പറഞ്ഞത്. ഞാൻ ആദ്യം അതാണ് ഫോളോ ചെയ്തത്. അപ്പം അതിന് എനിക്ക് ഉച്ചയ്ക്ക് ഈ ഡ്രൈ ഫുഡ് ഒട്ടും പറ്റുന്നില്ല. എനിക്ക് ചോറ് തന്നെ വേണമായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ ചോറ് കഴിക്കുന്നതിൽ വലിയ പ്രശ്നമൊന്നുമില്ല, കാർബോഹൈഡ്രേറ്റ് ആണ്. അപ്പം ദെൻ അപ്പം അടുത്ത പിമ്പിൾസ് പോലെ വേറൊരു കാര്യമാണ് വയറ്. മെലിഞ്ഞവർക്ക് ചിലർക്ക് ഭാഗ്യം കാണും, വളരെ ഫ്ലാറ്റ് വേറെ ആയിരിക്കും. പക്ഷെ എനിക്ക് അങ്ങനെ അല്ലായിരുന്നു. ഞാൻ മെലിഞ്ഞിരുന്ന സമയവും അത്യാവശ്യം ഫ്ലാറ്റ് ആയിരുന്നു. എന്നാൽ ഈ സൈഡിലൊക്കെ ഒരു ഇതുണ്ട്. അതിന് ലവ് ഹാൻഡിൽസ് എന്നാണ് പറയുന്നത്. അത് മോസ്റ്റ്ലി ഹെറിഡിറ്ററി ആണ്. ഇങ്ങനെ സൈഡ് കുറച്ചൊന്ന് ചാടിയായിരിക്കും കിടക്കുന്നത്. അപ്പം കാർബോഹൈഡ്രേറ്റ്സ് കഴിച്ചാൽ ഭയങ്കരമായിട്ട് വയറിൽ അത് വന്ന് കിടക്കും. അതുപോലെ തന്നെ ഫേസിലും വരും. അപ്പം ഫേസിലൊക്കെ അത്യാവശ്യം ഫാറ്റ് വേണം. ഇപ്പം എനിക്കിപ്പോൾ ഒരു ഇതുണ്ട്. ഇത് തന്നെ എനിക്ക് കുറച്ചുകൂടെ മെലിഞ്ഞാലും കുഴപ്പമില്ല. ബട്ട് ദെൻ ഇനി കൂടരുത്, അതൊരു ബാഡ് ഫാറ്റിലേക്ക് പോകും. അതുപോലെ തന്നെ വയറ് എനിക്കിപ്പോൾ നല്ല വയറ് വെച്ചു. അതെനിക്ക് ഇങ്ങനെ നിൽക്കുമ്പോൾ കാണത്തില്ല. ബട്ട് ഞാൻ പണ്ടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് ബോഡി സൂട്ടൊക്കെ ഇടുമ്പോഴേ ഇപ്പോൾ ഭയങ്കര ഇങ്ങനെ തള്ളിയായിരിക്കുന്നത്. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് വയറൊക്കെ ഒന്ന് സെറ്റായി ഫ്ലാറ്റ് ആയിട്ട് വീഡിയോ ചെയ്യാമെന്നാണ്. പക്ഷേ അതിന് സമയമില്ലായിരുന്നു. കുറച്ച് അത് ഒത്തിരി നാളെടുക്കും. ഐ ഡോണ്ട് നോ എന്നത് ശരിയാവുമെന്ന്. അപ്പോൾ വയറ് ആൻഡ് ഇത് വെക്കും ഇഫ് യു ഈറ്റ് ടു മച്ച് ഓഫ് റൈസ്. അപ്പോൾ അതിനാണ് ഞാൻ ഈ കീൻവ എന്ന് പറഞ്ഞ സംഭവം കഴിക്കുന്നത്. ഇറ്റ്സ് എ ഫോം ഓഫ് റൈസ് ഉള്ളി. ബട്ട് ദെൻ അതിൽ ഫാറ്റ് കണ്ടന്റ് ഇല്ല, തീരെ ഇല്ല, ഓർ ഇല്ല, ഐ എം നോട്ട് ഷുവർ. അപ്പോൾ അതാണ് സംഭവം. ഈ ലവ് ഹാൻഡിൽസ് ഒക്കെ കുറയ്ക്കാനുള്ള എക്സസൈസ് ഈവൻ ഐ ഡോണ്ട് നോ ഓർ ഐ ഹവ് നോട്ട് സ്റ്റാർട്ടഡ് ഡൂയിങ് ഇറ്റ്. കാരണം ഇപ്പം തന്നെ അത് കാർഡിയോൻ്റെ ഭാഗമായിട്ട് വരും. കാർഡിയോ ചെയ്ത് തുടങ്ങിയാൽ ഞാൻ ഈ കഷ്ടപ്പെട്ട് കയ്യിലും കാലിലും വെച്ച് മസിൽ അല്ലെങ്കിൽ ഫാറ്റ് കണ്ടന്റ് പോവും. അപ്പോൾ അതാണ് ആക്ച്വലി ഈ വണ്ണം വെക്കാൻ നോക്കുന്നവരുടെ ബുദ്ധിമുട്ട്. മെലിയുന്നത് ഈസിയാണെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. പക്ഷേ മെലിയുമ്പോൾ നമുക്ക്
മൊത്തത്തിൽ മെലിഞ്ഞാൽ മതി അല്ലേ, ഇഫ് ഐ എം നോട്ട് റോങ്, മൊത്തത്തിൽ മെലിഞ്ഞാൽ മതി. പക്ഷെ വണ്ണം വെക്കുന്നത് അങ്ങനെയല്ല. നമുക്ക് ഇന്ന ഭാഗത്ത് വണ്ണം വെക്കരുത്, വയറ് ഫേസിലൊന്നും അധികം വണ്ണം വെക്കരുത്. എന്നാൽ കയ്യിലും കാലിലും വേണം. അപ്പം അത് ഈവൻലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ നമുക്കൊരു മാജിക് ഒന്നും ഇല്ല. അത് കഷ്ടപ്പെട്ട് എക്സസൈസ് ചെയ്ത് ഒക്കെ ഫുഡൊക്കെ കൺട്രോൾ ചെയ്ത് അങ്ങനെ പറ്റൂ. ഓക്കെ, അപ്പോൾ അടുത്ത് നമുക്ക് ഡിന്നറിലേക്ക് പോവാം. ഡിന്നറിന് മുന്നേ ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. വർക്കൗട്ട് ഞാനൊരു 6:30 തുടങ്ങുന്നത്. അപ്പോൾ അതിന് മുന്നേ ഓൾസോ ഞാൻ പറയാൻ പറഞ്ഞു, ലഞ്ച് കഴിച്ചിട്ട് ഞാൻ എപ്പോഴും ഒരു 1.5 to 2 hours or 2.5 hours ഉറങ്ങും. ഇതൊക്കെ ട്രെയിനർ ചേട്ടൻ പറഞ്ഞു തന്നെ ഇറ്റ്സ് ഗുഡ് ഫോർ ഗെയിനിങ് വെയിറ്റ്. അപ്പോൾ ഉറങ്ങി എണീച്ച ഉടനെ ഞാൻ 2 ഏത്തപ്പഴം കഴിക്കും. 2 or 1 കഴിച്ചാൽ ബെസ്റ്റ്. അല്ലെങ്കിൽ റോബസ്റ്റ് പഴമില്ലേ, പച്ച കളർ, അതായാലും മതി. അത് കഴിച്ചിട്ടാണ് ഞാൻ വർക്കൗട്ടിന് പോകുന്നത്. അപ്പോൾ ആഫ്റ്റർ ആർ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച് എല്ലാം കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഗ്യാപ്പിൽ കീപ് ഡ്രിങ്കിങ് വാട്ടർ. കാരണം വാട്ടർ എന്ന് പറയുന്നത് നമുക്ക് വി ഓൾ നോ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്, ബട്ട് അതിൻ്റെ ശരിക്കുള്ള വാല്യൂ നമുക്ക് അറിയത്തില്ല. നമ്മുടെ ഈ കഴിക്കുന്ന സംഭവങ്ങളും അല്ലെങ്കിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇതൊക്കെ ബോഡിയിൽ പിടിക്കണമെങ്കിൽ അവർ ബോഡി സെൽസ് നീഡ് വാട്ടർ. അപ്പോൾ വാട്ടർ കുടിച്ചുകൊണ്ടേയിരിക്കുക. അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും, ബട്ട് സ്റ്റിൽ ഐ എം ജസ്റ്റ് റിമൈൻഡിങ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ഡിന്നറിലേക്ക് പോവാം. സോ ഇതാണ് എൻ്റെ ഡിന്നർ. 4 ചപ്പാത്തി, ദാൽ, വെജിറ്റബിൾസ്. ദാൽ കഴിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് നാളെ ആയുള്ളൂ. ഇതിന് മുന്നേ ചിക്കനോ ബീഫോ ഒക്കെ ആയിരുന്നു. അപ്പോൾ കുറച്ചുകൂടെ വെജിറ്റബിൾസ് ഉണ്ട്. വെജിറ്റബിൾസ് ഇതിപ്പോൾ ക്യാരറ്റ്, മഷ്റൂം, ബേബി കോൺ, സുക്കിനി ഒക്കെയാണ്. സാധാരണ ബ്രക്കോളി ഇടും, ചിലപ്പോൾ കോളിഫ്ലവർ ഇടും. ഇത് തന്നെ കഴിക്കണം എന്നില്ല കേട്ടോ. നമുക്ക് പംകിൻ ഇടാം, പൊട്ടാറ്റോ ഇടാം, ഏത് കുറച്ച് ഫാറ്റനിങ്. ഇതൊന്നും ആക്ച്വലി അധികം ഫാറ്റനിങ് അല്ലാന്ന് തോന്നുന്നു. പൊട്ടാറ്റോ ഒക്കെ കുറേ കൂടെ ഫാറ്റനിങ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതാണെന്ന് വെച്ചാൽ ഇടാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഞാൻ ഓൾമോസ്റ്റ് എൻ്റെ ഒരു ഡിസയേർഡ് വെയ്റ്റിൻ്റെ അടുത്ത് എത്തിയോണ്ടാണ് ഞാൻ ഡാളിലേക്ക് മാറിയത്. ഞാൻ ഡാൾ കഴിക്കാൻ തുടങ്ങിയിട്ട് ഐ തിങ്ക് ഒരു 2-3 വീക്സ് ആയി കാണും. അപ്പോൾ അതുവരെ ഐ യൂസ് ടു ഹാവ് ഐദർ ചിക്കൻ ഓർ ബീഫ്. അപ്പോൾ ചിക്കൻ മതിയെന്നാ പറയുന്നത്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ ഒത്തിരി പിമ്പിൾസ് വരുന്നതുകൊണ്ട് ചിക്കൻ ഭയങ്കര പിമ്പിൾ കോസിങ് ആണ്. പക്ഷേ ബീഫ് അത്രയ്ക്കല്ല. അപ്പോൾ ഇതിലേത് വേണം നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുന്നത് അതനുസരിച്ച് കഴിക്കാം. അപ്പോൾ അതാകുമ്പോൾ ഞാൻ കുറച്ചുകൂടെ വെജിറ്റബിൾസ് എടുക്കും. കാരണം മീറ്റ് മാത്രം കഴിക്കുമ്പോൾ രാത്രി കുറച്ച് എന്തോ പോലെ തോന്നും. അപ്പോൾ ഡാലിൻ്റെ കൂടെ വേണമെങ്കിൽ വെജിറ്റബിൾസ് കഴിച്ചാൽ മതി. അപ്പം മീറ്റ് ഡെയിലി ഇങ്ങനെ ഒത്തിരി കഴിക്കുന്നത് മോശമാണ് എന്ന് ചോദിച്ചാൽ ഐ ഡോണ്ട് നോ, ബട്ട് ദെൻ ടു എ ലിമിറ്റ്. ബട്ട് ദെൻ അത്രയ്ക്ക് മെലിഞ്ഞിരുന്ന ഒരാൾക്ക് സൈസ് വെക്കണമെങ്കിൽ അത് തിന്നേ പറ്റൂ. സോ ഐ തിങ്ക് ഞാൻ ഓൾമോസ്റ്റ് എവറി നൈറ്റ് മീറ്റ് ആയിരുന്നു ഫോർ ഒരു 2.5 months. വീട്ടിലേക്ക് എനിക്ക് അവസാനം തെറി കിട്ടാൻ തുടങ്ങി. ഞാൻ ഇങ്ങനെ വെച്ചാൽ വല്ലതും പറ്റും. പക്ഷേ എനിക്കതിൻ്റെ ബോഡി കാണുന്നതുകൊണ്ട് ഐ ഹാഡ് ടു ഡു ഇറ്റ്. പിന്നെ ട്രെയിനർ ചേട്ടൻ പറഞ്ഞില്ല ഇത്ര മതി. വീട്ടുകാർ പറഞ്ഞ കാര്യമുണ്ട്, ഓവർ മീറ്റ് വേണ്ട. അങ്ങനെ പറഞ്ഞിട്ട് ഇപ്പോൾ രാത്രിയൊക്കെ കംപ്ലീറ്റ് വെജായി. എനിക്ക് ബേസിക്കലി ഞാൻ പിന്നെ ഒത്തിരി പേര് പറഞ്ഞു കേട്ടോ, കഞ്ഞി വലിച്ചല്ലോ എന്നൊക്കെ. കഞ്ഞി അല്ല കേട്ടോ, കഞ്ഞി കുടിച്ചിട്ട് വണ്ണമൊന്നും ഞാൻ വെച്ചില്ല. ഇത് വേറെ ഡയറ്റാണ്. അതുകൊണ്ട് അപ്പം ഞാൻ പറയാൻ വന്നത്, ഞാൻ ഈ കഞ്ഞി കുടിക്കുന്നതുകൊണ്ട് എനിക്ക് രാത്രി എപ്പോഴും വെജ് ഫുഡായിരുന്നു ഇഷ്ടം. മീറ്റ് കഴിച്ചിട്ട് കിടക്കുമ്പോൾ എന്തോ ഒരു ബാഡ് ഫീൽ ആയിരുന്നു. ബട്ട് ദെൻ ഇറ്റ് ഹാഡ് ഇറ്റ്സ് എഫക്റ്റ്. അതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം ഐ എം ഹാപ്പി. പിന്നെയും വെജാണ്, പക്ഷേ കഞ്ഞിയല്ല, എന്നാലും വെജ് അതിൻ്റെ ഒരു സമാധാനമുണ്ട്. പിന്നെ രാത്രി ഞാൻ ഒരു സംഭവം കൂടെ കഴിക്കും. ഞാൻ അതും കാണിച്ചു തരാം. എഗ്ഗും എൻഷ്യൂറും. അത് കാണിച്ചു തരേണ്ട ആവശ്യമില്ല, ബട്ട് ദെൻ വേണമെങ്കിൽ അതും കൂടെ കാണിച്ചു തരാം, എൻഷ്യൂറിൻ്റെ അളവൊക്കെ. സോ ഇതാണ് എൻ്റെ ലഞ്ച്. ഇത് ഞാൻ പറഞ്ഞ ഒരു ചോറിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം. QUINOA അങ്ങനെയാണ് എൻ്റെ പേര്. ഐ തിങ്ക് ഇറ്റ്സ് പ്രൊനൗൺസ്ഡ് ആസ് ക്വീൻബ അങ്ങനെ. ഞാൻ കുറച്ച് ചോറും കൂടെ എടുത്തിട്ടുണ്ട്. ഇത് ജസ്റ്റ് ഫിഷും ഉള്ള ക്യാബേജ് തോരനുമാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെയൊക്കെ ആദ്യം ചിക്കൻ ബ്രസ്റ്റ് കഴിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ച് നാൾ ഈ ചിക്കൻ ബ്രസ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. ആൻഡ് മാക്സിമം മസാല കുറച്ചിട്ട് ജസ്റ്റ് വേവിച്ചെടുക്കുന്നതായിരിക്കും ഹെൽത്തിന് ഏറ്റവും നല്ലത്. ഇതിപ്പോൾ ഞാൻ കറൻ്റ്ലി കഴിക്കുന്നതാണ്. ആദ്യമൊക്കെ ഞാൻ ബ്രെഡൊക്കെ ആയിരുന്നു കഴിക്കുന്നത് കുറച്ച് നാളൊക്കെ, ഒരു 1 month ഒക്കെ. പിന്നെ ഞാൻ ഇതിലേക്ക് മാറി. എനിവേസ് ഇപ്പം ഞാൻ ഇതാണ് കഴിക്കുന്നത്. ഞാൻ ക്വാണ്ടിറ്റി ഒരുപാട് എടുത്തിട്ടുണ്ട്. എനിക്കറിഞ്ഞൂടാ, 5-6 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇതിൽ കൂടെ എങ്ങനെ അറിയുമെന്ന് എനിക്കറിഞ്ഞൂടാ, പക്ഷെ ഇത് ഒത്തിരി ഉണ്ട്. കഴിച്ച് കഴിയാറാകുമ്പോൾ ഒരു അവസ്ഥയാവും. എനിവേസ് ഹൻസ് അപ്പോൾ ഇത് കഴിച്ച് ഒരു അരമണിക്കൂർ ചുമ്മാ ഇരുന്നിട്ട് പോയി കിടന്നുറങ്ങും ഞാൻ. എന്നിട്ട് എണീച്ച് 2 ഏത്തപ്പഴം കഴിച്ചിട്ടാണ് വർക്കൗട്ട് ചെയ്യാൻ പോകുന്നത്.
ഓക്കെ. ആൻഡ് ഫൈനലി നമ്മുടെ എഗ് വൈറ്റ്, 3 എഗ് വൈറ്റ് ആണ്. ആൻഡ് എൻഷ്യൂർ നിങ്ങൾക്ക് ക്ലിയർ ആയില്ലെങ്കിൽ അതൊരു എന്താ വെയിറ്റ് ഗെയിനിങ് പൗഡർ എന്ന് പറയാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. എന്തായാലും എന്നെ സഹായിച്ചു. അപ്പോൾ ചോക്ലേറ്റ് ഫ്ലേവറിലും വരും, വാനില ഫ്ലേവറിലും വരും. ഇത് ചോക്ലേറ്റാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അത് ജസ്റ്റ് വെള്ളത്തിൻ്റെ കൂടെ മിക്സ് ചെയ്ത് ഇങ്ങനെ ഷേക്ക് ചെയ്ത് വെച്ചേക്കുന്നു. പിന്നെ ഇത് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഫ്രൂട്ട്സും കഴിക്കാം. അതിനകത്ത് വെജിറ്റബിൾസ് ഞാൻ കാണിച്ചപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നുപോയി. അത് ജസ്റ്റ് ബോയിൽഡ് വെജിറ്റബിൾസ് ആണ്. ജസ്റ്റ് എന്താ പറയുക, വെള്ളത്തിൽ മാത്രം വെച്ച് ബോയിൽ ചെയ്ത് സോൾട്ട് മാത്രമേ ഇടൂ, വേറെ ഒന്നും അതിലിടത്തില്ല. അത് ജസ്റ്റ് ഇതിൻ്റെ കൂടെ പറയാമെന്ന് വിചാരിച്ചു. സോ ഇനി വേണമെങ്കിൽ ഫ്രൂട്ട്സ് കഴിച്ചിട്ട് ദാറ്റ്സ് ഇറ്റ് മൈ ഡയറ്റ് ഫോർ എ ഡേ, ഓഫ് എ ഡേ. മൈ ഡയറ്റ് അല്ല, ഒരു ദിവസത്തെ ഡയറ്റ്. സോ ദാറ്റ് വാസ് മൈ ഹോൾ ഡയറ്റ്. ഒരു ദിവസം ഇത്രയാണ് മിനിമം കഴിക്കേണ്ടത്. ഒന്നുകൂടെ ഞാൻ ചുരുക്കി പറയാം. ബ്രേക്ക്ഫാസ്റ്റ് എന്താണെങ്കിലും ശരി, ഇറ്റ് ഡസൻറ്റ് മാറ്റർ. നിങ്ങൾ യൂഷ്വലി കഴിക്കുന്നതിന് ഡബിൾ കഴിക്കണം. പിന്നെ പറ്റിയാൽ സ്പ്രൗട്ട്സ് പോലും കഴിക്കുന്നത് നല്ലതാണ്. അലോങ് വിത്ത് ദാറ്റ് എൻഷ്യൂർ പാലായാലും വെള്ളമായാലും കുഴപ്പമില്ല. പിന്നെ കീപ് ഡ്രിങ്കിങ് വാട്ടർ. ആൻഡ് ആഫ്റ്റർ ദാറ്റ് ലഞ്ചിന് ചോറ് കഴിക്കുന്നത് അത്ര ഒരു നല്ല കാര്യമല്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, വയറും ഫേസും വയ്ക്കും. യു കെൻ ഈറ്റ് ചപ്പാത്തി ഓർ ബ്രെഡ് ഓർ ഞാൻ ഈ പറഞ്ഞ കീൻവ റൈസ് കഴിക്കാം, അലോങ് വിത്ത് വാട്ട് എവർ കറി യു ഹാവ്. ആദ്യമൊക്കെ പറ്റിയാൽ ചിക്കൻ ബ്രസ്റ്റ് ഒക്കെ വെച്ച് കുറച്ച് കഴിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ നോർമൽ ഫുഡ് കഴിച്ചാൽ മതി. ദെൻ ഇഫ് യു ആർ വർക്കിംഗ് ഔട്ട്, അപ്പോൾ ഈ വർക്കൗട്ടിൻ്റെ കാര്യം പറയാം. ഓക്കെ, ഫുഡ് കഴിച്ചിട്ട് പറയാം. ഇഫ് യു ആർ വർക്കിംഗ് ഔട്ട്, അതിന് മുന്നേ ആയിട്ട് 2 ഏത്തപ്പഴം കഴിച്ചിട്ട് വർക്കൗട്ട് ചെയ്യുക. അഗൈൻ കീപ് ഡ്രിങ്കിങ് വാട്ടർ. ദെൻ നൈറ്റിൽ എഗ്ഗ് ആക്ച്വലി വേണമെങ്കിൽ നിങ്ങൾക്ക് വർക്കൗട്ട് കഴിഞ്ഞ ഉടനെ കഴിക്കാം. ബട്ട് എനിക്ക് അങ്ങനെ കഴിക്കുമ്പോൾ എനിക്ക് ലഞ്ച് കഴിക്കാൻ ഒട്ടും ആപ്പറ്റൈറ്റ് കാണത്തില്ല. അപ്പം ഞാൻ വർക്കൗട്ട് കഴിഞ്ഞ് കുളിച്ചിട്ട്, ഐ മീൻറ്റ് ഡിന്നർ, വർക്കൗട്ട് കഴിഞ്ഞ് കുളിച്ച് ഡിന്നർ കഴിച്ചിട്ട് ആണ് ഞാൻ എഗ്ഗിലേക്ക് പോകുന്നത്. രാത്രിയൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ശ്വാസം മുട്ടുന്ന അത്രയ്ക്കും വയറ് ഫില്ലാവും. ആൾക്കാർ യൂഷ്വലി പറയും രാത്രി അത്ര ഓവർ ഫുള്ളായിട്ട് കിടക്കരുത്, അത്രയും ഫില്ലായിട്ട് പോയി കിടക്കരുത്, കുറച്ചൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് അത്യാവശ്യം ഫുള്ള് തന്നെ ആയിരിക്കും അങ്ങനെ പോയി കിടക്കും. ഞാൻ എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസാണ് പറഞ്ഞത്. എനിക്ക് ഹെൽത്തിന് പ്രശ്നമൊന്നും വന്നില്ല, ഞാൻ നല്ല സൈസും വെച്ചു. അപ്പോൾ ഇത് ആൾക്കാർ ജെനുവിൻലി ചോദിച്ചാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ഡയറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സസൈസ് ചെയ്ത് ഇതിൻ്റെ ഇടയിൽ ഞാൻ പറഞ്ഞു 30% ആണ് എക്സസൈസ്. അപ്പോൾ എക്സസൈസിൻ്റെ വർക്ക് ഇതിൽ എങ്ങനെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ വർക്കൗട്ട് ചെയ്യാതെ ജസ്റ്റ് ഈ ഭക്ഷണം മാത്രമായിരുന്നു ഫോളോ ചെയ്തതെങ്കിൽ മേ ബി ഞാൻ ഇത്ര വെയിറ്റ് തന്നെ വെച്ചേനെ. ബട്ട് ദെൻ കുറച്ചൊരു അൺഹെൽതി ലുക്ക് ഐ എം ഷ്യൂർ എവിടെയെങ്കിലും വന്നേനെ. കുറച്ചുകൂടെ ഇവിടെയൊക്കെ ഫാറ്റ് വന്നിട്ടുണ്ടാവാം. ഇപ്പം കൈക്കൊക്കെ തന്നെ എനിക്കൊരു ചെറിയ ഷേപ്പ് ഉണ്ട്, ഇതിൽ കാണാൻ പറ്റുമെന്ന് അറിഞ്ഞുകൂടാ. ഈ ഷേപ്പ് വർക്കൗട്ട് ചെയ്ത് ആണ് വരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ വർക്കൗട്ട് ചെയ്ത ആൾക്കാരും വർക്കൗട്ട് ചെയ്യാത്ത ആൾക്കാരും ഒരേ വെയിറ്റുള്ള ആൾക്കാരെ 2 പേരെ പിടിച്ച് നോക്കി നിങ്ങൾക്ക് വ്യത്യാസം കാണാൻ പറ്റും. ആ മൊത്തം ഒരു ഔട്ട്ലുക്കിൽ ഡിഫറൻസ് കാണും. അപ്പോൾ ഐ വുഡ് ഡെഫിനറ്റ്ലി സജസ്റ്റ് വർക്കൗട്ട് ചെയ്ത് ഇതിൻ്റെ കൂടെ തന്നെ വർക്കൗട്ട് ചെയ്യണം. അതിനും ഒറ്റയ്ക്ക് ചെയ്യാം വർക്കൗട്ട്. ഞാനിപ്പോൾ ഓൺലൈനാണ് ചെയ്യുന്നത്. അത് ഞാൻ ഒറ്റയ്ക്ക് അല്ല, ട്രെയിനർ ചേട്ടൻ ഇങ്ങനെ വീഡിയോ കോൾ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ട്രെയിനർ ഉള്ളതിൻ്റെ ഗുണം എന്ന് പറയുമ്പോഴത്തേക്കും, ഞാൻ ട്രെയിനർ എല്ലാവരെയും വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഐ നോ ദ ഡിഫറൻസ്. മറ്റേത് നമുക്ക് തോന്നുമ്പോൾ നമ്മൾ നിർത്തും, തോന്നുമ്പോൾ പാട്ട് കേൾക്കും, തോന്നുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകും. പക്ഷേ ട്രെയിനർ ഉള്ളപ്പോൾ നമുക്ക് കുറച്ചൊരു പേടിയും വരും. അപ്പോൾ ഒരാളിങ്ങനെ നിന്ന് പറയാനുള്ളപ്പോൾ നമുക്ക് കുറച്ചുകൂടെ മൊത്തത്തിൽ നമ്മൾ കുറച്ചുകൂടെ എനർജറ്റിക്കും നമുക്ക് ചെയ്യാറ് ഇതും വരും. അപ്പോൾ ഐ വുഡ് സജസ്റ്റ് ഒരു നല്ലൊരു ജിം ജോയിൻ ചെയ്ത് ട്രെയിനർ ഉള്ള സ്ഥലത്ത് പോകുന്നതാണെങ്കിൽ. അത് പറ്റത്തില്ലെങ്കിൽ ഇറ്റ്സ് ഓക്കെ, യൂട്യൂബിലൊക്കെ ധാരാളം വീഡിയോസ് നിങ്ങൾക്ക് നോക്കി ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ വർക്കൗട്ട്സ് ഞാൻ എന്താണ് ചെയ്യുന്നതെന്നാണ് ഒത്തിരി പേര് ചോദിച്ചത്. വർക്കൗട്ട്സ് ആക്ച്വലി ഞാൻ ആരും ചെയ്യാത്ത തരം വർക്കൗട്ടൊന്നും അല്ല ചെയ്യുന്നത്. യൂണിവേഴ്സലി അക്സെപ്റ്റഡ് ആയിട്ടുള്ള വർക്കൗട്ട്സ് തന്നെയാണ് ചെയ്യുന്നത്. മേജർ മസിൽ ഗ്രൂപ്പ്സിനുള്ള വർക്കൗട്ട്സാണ് മെയിൻലി ചെയ്യുന്നത്. അപ്പോൾ ചെസ്റ്റ്, ഷോൾഡർ, ട്രൈസെപ്പ്, ബൈസെപ്പ്, ഈ തൈസിൻ്റെത്, ഹാംസ്ട്രിങ്, ഇതൊക്കെ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് ജസ്റ്റ് യൂട്യൂബിൽ അടിച്ച് നോക്കിയാൽ മതി. ഈ ചെസ്റ്റിൻ്റെ വർക്കൗട്ട്സ് ചെയ്താൽ, കാരണം ഞാനത് കാണിച്ചു തരുന്നതിൽ ഒരു ഇത് മീനിങ് ഇല്ല. കാരണം ഞാൻ പെർഫെക്റ്റ് ആയിട്ടൊന്നും അല്ല ചെയ്യുന്നത്, ചെയ്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊക്കെ ചെയ്താൽ മതി. പിന്നെന്താ, പിന്നെ ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നത് പുഷപ്പൊക്കെ എടുക്കുക. മെയിനായിട്ട് പറയേണ്ട വർക്കൗട്ട്സ് ചെയ്താൽ സ്ക്വാട്ട്സ് ഈസിയാണ് ചെയ്യാം. പിന്നെ ബെഞ്ച് പ്രസ് ഉണ്ട്. പിന്നെ ഡെഡ് ലിഫ്റ്റ് തന്നെ പല രീതിയുണ്ട്. ഇതൊക്കെ ചെയ്യും. ഇവിടെ എനിക്ക് ഭാഗ്യത്തിന് അച്ഛൻ യൂസ് ചെയ്യുന്ന ഒത്തിരി ഈ വെയിറ്റിൻ്റെ ഐറ്റംസ് ഒക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് ഓൺലൈൻ ചെയ്യാൻ ഒരു ബുദ്ധിമുട്ടും വന്നില്ല. ജസ്റ്റ് ഇതൊക്കെ എടുത്ത് ചെയ്താൽ മതി. ഇതൊക്കെ ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും. വലിയ റേറ്റ് ഒന്നും ഇല്ലയെന്ന് തോന്നുന്നു.
ഇതൊക്കെ അമ്മു പുതിയതായിട്ട് വാങ്ങിയതാണ്. അപ്പോൾ എനിക്ക് ഭാഗ്യത്തിന് ഇതെല്ലാം ഉണ്ടായിരുന്നത് കൊണ്ട് ഇറ്റ് വാസ് ഹെൽപ്ഫുൾ ഫോർ മീ. അപ്പോഴാ ഞാൻ ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്, വർക്കൗട്ടിൽ ജസ്റ്റ് 30% ഉള്ളത്. പക്ഷേ ഈ വർക്കൗട്ട് എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഇൻറ്റൻസ് വർക്കൗട്ട് തന്നെയാണ് കേട്ടോ. കുറച്ച് എഫക്റ്റീവ് ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞെന്ന് വെച്ച് ഇറ്റ്സ് നോട്ട് ഈസി. അത്യാവശ്യം പാട് വർക്കൗട്ട്സ് തന്നെയാണ്. പക്ഷേ അതിനെക്കാട്ടും നിങ്ങൾ ഫുഡാണ് മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. ഫുഡ് എന്ന് പറയുമ്പോഴത്തേക്കും തന്നെ ബിഫോർ ഓൾ ദാറ്റ് ഒരു പുതിയ ഹാബിറ്റ് തന്നെ നിങ്ങൾ ഫോം ചെയ്യണം. ഇപ്പോൾ അമ്മ എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോയിൽ പറഞ്ഞു, പണ്ട് ഞാൻ ഒട്ടും ഡിസിപ്ലിൻഡ് അല്ലായിരുന്നു. തോന്നുമ്പോൾ എണീച്ച് വരും, തോന്നുമ്പോൾ തിന്നും, അങ്ങനെ ഇങ്ങനെ. യു ഹാവ് ടു ക്രിയേറ്റ് എ ന്യൂ ഹാബിറ്റ്, ഒരു നല്ല ഡിസിപ്ലിൻഡ് ലൈഫ്. ഇങ്ങനൊരു തുടങ്ങുന്നതിന് മുന്നേ തന്നെ യു ഷുഡ് ടെൽ യുവർ സെൽഫ്, അതായത് ഇന്ന് മുതൽ ഞാനൊരു വേറെ ആളാണ്, ഇത്ര ദിവസങ്ങൾ ഞാനൊരു ചേഞ്ച് കാണും എന്ന് പറഞ്ഞ് തുടങ്ങുക. ബട്ട് ഒരു കാര്യമുണ്ട്, ഞാനിത് തുടങ്ങിയ സമയം എനിക്ക് ഒരു ഹോപ്പും ഇല്ലായിരുന്നു എന്തെങ്കിലും ഒരു ചേഞ്ച് വരും. ഞാൻ ജസ്റ്റ് ഇതിന് വേണ്ടി തുടങ്ങിയത്. ബട്ട് ദെൻ എനിക്ക് ഓർമ്മയുണ്ട്, ഒരു ഇൻസൈഡ് എ മന്ത് അല്ല, ഒരു 2 വീക്സ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വെയിറ്റ് കൂടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഓക്കെ ഞാൻ ഇത്ര സീരിയസ് ആയിട്ട് അപ്പോൾ ഫോളോ ചെയ്താൽ ശരിക്കും റിസൾട്ട്സ് കാണും. അങ്ങനെയാണ് എനിക്ക് ഭയങ്കര ഒരു ഇൻട്രസ്റ്റ് കയറിയിട്ട് ഞാൻ അങ്ങ് ഫോളോ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നിങ്ങളിപ്പോൾ എന്നെ കണ്ടല്ലോ, എൻ്റെ നല്ല വ്യത്യാസം വന്നു. ആൻഡ് യു പീപ്പിൾ നോ ഹൗ തിൻ ഐ വാസ്. അപ്പോൾ ഞാൻ ഈ പറയുന്ന പോലെ മര്യാദയ്ക്ക് ഒരു ഹാബിറ്റ് ഫോർമേഷനൊക്കെ ഫോം ചെയ്ത് നിങ്ങളുടെ മനസ്സിനെയൊക്കെ പ്രിപ്പയർ ചെയ്ത് യെസ് ഐ വിൽ സീ എ റിസൾട്ട്, എ ചേഞ്ച് എന്ന് വിചാരിച്ച് സ്റ്റാർട്ട് ചെയ്താൽ ഡെഫിനറ്റ്ലി ആർക്കായാലും മാറാൻ പറ്റും. സോ ഇനി എന്താ പറയണ്ടേ? എനിക്കൊരു ഫ്രണ്ട് ഉണ്ട്, അല്ലു എന്ന് ഞാൻ വിളിക്കും. അപ്പോൾ ഞാൻ ഈ ജിമ്മിൽ പോയി തുടങ്ങിയ സമയം ഞാൻ അല്ലുവിനോട് പറഞ്ഞു, അല്ലു ഞാനൊരു ജിം ജോയിൻ ചെയ്തു, ഞാൻ വൈകാതെ ഭയങ്കര മസിലൊക്കെ വെച്ച് വരും. അപ്പോൾ അല്ലു പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, ഞാൻ ഈ ഡയറ്റൊക്കെ തുടങ്ങുമ്പോൾ ചെറിയ ബിറ്റ് വീഡിയോ എടുത്ത് വെക്കുക, അഥവാ ഇങ്ങനെ വെയിറ്റ് ട്രാൻസ്ഫോം ആയോ അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമല്ലോ എന്നൊക്കെ. ഞാൻ പറഞ്ഞു പിന്നെ ഇപ്പം തന്നെ ലൈക്ക് ഞാൻ ആക്ച്വലി ആ മെൻറ്റാലിറ്റിയിലാണ് തുടങ്ങിയത്, വലിയ വ്യത്യാസമൊന്നും വരാൻ പോകുന്നില്ല എന്നുള്ളത്. പക്ഷേ ഞാൻ വിചാരിച്ചു വേണമെങ്കിൽ എപ്പോഴും വെയിറ്റ് നോക്കുന്നൊരു വീഡിയോ ജസ്റ്റ് എടുത്ത് വെക്കാം. ഭാഗ്യത്തിന് എടുത്ത് വെച്ചു. നോട്ട് ഫ്രം ദ ബിഗിനിങ്, എനിക്കൊന്ന് ഞാനൊരു 3 വീക്സ് ഒക്കെ കഴിഞ്ഞിട്ട് ഞാൻ വെയിറ്റ് നോക്കുന്നത് എടുത്തു തുടങ്ങി. അപ്പോൾ അത് ഞാൻ ഈ വീഡിയോൻ്റെ എൻഡിൽ കാണിക്കാം. അപ്പോൾ ചില വീഡിയോസിൻ്റെ ഒരു കോമഡിയാണ് ഞാൻ പറയുന്നത്, അല്ലു എൻ്റെ വെയിറ്റ് നോക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അത് ഞാൻ സീരിയസ് ആയിട്ട് പറയുന്നതല്ല, അല്ലുവിനെ ജസ്റ്റ് ഒന്ന് ചൊറിയാൻ വേണ്ടി. അപ്പോൾ അല്ലു നല്ല തിന്നുക. അപ്പോൾ എനിക്ക് അല്ലുവിനെ എങ്ങനെയെങ്കിലും ഒന്ന് പറഞ്ഞൊന്ന് പ്രോത്സാഹിപ്പിച്ച് അല്ലുവിനെയും കൂടെ കൊണ്ടൊന്ന് ഇങ്ങനെ ചെയ്യിപ്പിക്കണമായിരുന്നു. അപ്പോൾ അതിനു വേണ്ടിയാണ്. സോ എൻ്റെ ഈ വീഡിയോ കാണുന്ന എല്ലാ മെലിഞ്ഞ ആൾക്കാർക്കും, ഗേൾസ് ആയാലും ശരി ബോയ്സ് ആയാലും ശരി, നിങ്ങളൊക്കെ ലൈഫിൽ ഒത്തിരി ബോഡി ഷേമിങ് എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടായിരിക്കാം. ബട്ട് ഞാനൊരു സത്യം പറയുകയാണെങ്കിൽ അതിനെ ഒരു പോസിറ്റീവ് കാര്യമായിട്ട് എടുക്കണം. കാരണം എൻ്റെ ഫോട്ടോയിലൊക്കെ തന്നെ ഒത്തിരി പേര് സാരിയിൽ തുന്നി ചുറ്റി വെച്ചേക്കുന്ന പോലെ ഉണ്ട്, പേപ്പർ പോലെ ഉണ്ട്, കമ്പ് പോലെ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് ആക്ച്വലി കുറച്ച് വിഷമമാവുമായിരുന്നു. ബട്ട് ദെൻ ഐ ഫീൽ അങ്ങനത്തെ ഒത്തിരി കമൻസ് കണ്ടിട്ടാണ് എനിക്ക് സ്വയം എന്താ പറയുക ഇത്രയും എഫേർട്ട് എടുത്ത് സൈസ് വെക്കണം എന്നൊരിത് വന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ എല്ലാവരും വാവ് ബ്യൂട്ടിഫുൾ തോന്നി എനിക്കൊന്നും ചെയ്യാൻ തോന്നില്ല, ഞാൻ അങ്ങനെ ഇരുന്നേനെ. അപ്പോൾ ഈ നെഗറ്റീവ് കമൻസ് ആണ് ആക്ച്വലി എനിക്കൊരു ബൂസ്റ്റ് തന്നത് ഈ ഒരു ഇതിന് വേണ്ടി, മനസ്സിലായില്ലേ? അപ്പോൾ നെഗറ്റീവ് കമൻസിന് നെഗറ്റീവായിട്ടല്ല, ആക്ച്വലി ഒരു പോസിറ്റീവ് കാര്യമായിട്ട് വേണം എടുക്കാൻ. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ പണ്ട് സ്വന്തമായിട്ട് വീട്ടിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴത്തേക്കും ഞാൻ ആരാന്നൊന്നും പറയുന്നില്ല, എൻ്റെ കൂടുതൽ ഒരാൾ ഇങ്ങനെ എൻ്റെ കൈ കണ്ടിട്ട് പറയുന്നത് മറ്റേ സ്പോഞ്ച് ബോബിൻ്റെ കയ്യിൽ മസിൽ വന്ന പോലെ ഉണ്ട്. സ്പോഞ്ച് ബോബിൻ്റെ കയ്യിൽ സ്റ്റിക്കല്ലേ, അപ്പോൾ ആ സ്റ്റിക്കിൽ മറ്റേ ടോയിങ്ങൊരു സാധനം ഇരിക്കും. അപ്പോൾ എൻ്റെ കൈ കാണാൻ അതുപോലെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിന് എനിക്കറിയാം ഞാൻ എത്ര നാൾ കഷ്ടപ്പെട്ട് മറ്റേ 2 kg ഇത് എടുത്താണ് കുറച്ച് ഇത് വന്നത്. അപ്പോൾ എനിക്ക് കഷ്ടപ്പാടാണ്, പക്ഷെ കളിയാക്കാണ്ടൊക്കെ എന്ത് വേണോ പറയാമല്ലോ. അപ്പോൾ ഈ കളിയാക്കലൊക്കെ ഏറ്റാണ് ഫൈനലി ഞാൻ ഇപ്പോൾ വലിയ കിടിലമായി നല്ല പറയുന്നത്, എന്നാലും ഒരു നോട്ടീസബിൾ ചേഞ്ച് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ഐ എം സോ ഹാപ്പി, ഐ എം പ്രൗഡ് ഓഫ് മൈസെൽഫ്. ഇത്രയും ഞാൻ ചെയ്തല്ലോ. അപ്പോൾ അത് ആർക്ക് വേണോ പറ്റും, ജസ്റ്റ് ആ മനസ്സൊന്ന് ഇട്ടാൽ മതി. അപ്പോൾ ഞാൻ വെയിറ്റ് നോക്കുന്ന ഓരോ ബിറ്റ് വീഡിയോ ഞാൻ ഇങ്ങനെ പിറകെ ഇടാം, അത് കണ്ട് എൻജോയ് ചെയ്തോ. അപ്പോൾ ഈ വീഡിയോ ആർക്കെങ്കിലുമൊക്കെ ഹെൽപ്ഫുൾ ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ഈ വീഡിയോയിൽ എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്. വർക്കൗട്ട്സ് ഒന്നും കാണിച്ചില്ല, കാരണം ഞാൻ പറഞ്ഞില്ലേ യൂഷ്വലി എല്ലാവരും ചെയ്യുന്ന വർക്കൗട്ട്സ് തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. ഫുഡാണ് മെയിൻ, കോൺസെൻട്രേറ്റ് ഓൺ യുവർ ഫുഡ്. ഇത്രയും ഫുഡ് കഴിക്കുമ്പോൾ ഐ വുഡ് ഓൾവേസ് സജസ്റ്റ് ടു ഡു വർക്കൗട്ട്. ജിമ്മിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് നോക്കിയിട്ട് മേജർ മസിൽ ഗ്രൂപ്പ്സിന് വേണ്ടി വർക്ക് ചെയ്യുന്ന കുറച്ച് എക്സസൈസ് ചെയ്താൽ നോക്കണം, അത് ചെയ്താൽ മതി. പറ്റുവാണെങ്കിൽ കുറച്ച് വെയ്റ്റ്സ് ഒക്കെ ഓൺലൈൻ വാങ്ങി ജസ്റ്റ് സ്റ്റാർട്ട് ഡൂയിങ്, റിസൾട്ട് ഉണ്ടാവും. അഗൈൻ ഐ എം സീയിങ് ബീങ് തിൻ ഓർ ഫാറ്റ് ഇസ് നോട്ട് എ പ്രോബ്ലം. ഓൾ സൈസ് എല്ലാത്തിനും അവരുടെ ബ്യൂട്ടി ഉണ്ട്. ബട്ട് ദെൻ നമുക്കൊക്കെ ലൈഫിൽ ഇന്ന ഒരു ഗോൾ ഉണ്ടാവുമല്ലോ, അത്രേ ഉള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോൻ്റെ ബാക്കി ഇനി വരും കേട്ടോ. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബാക്കി ഇനി കണ്ടോ. ബൈ.
നോക്കാം. സ്ട്രെയിറ്റ് നോക്കണം. 43.8. വാവ്. ഹേ അല്ലു, ഞാൻ നിന്നെ കാണിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. എൻ്റെ വെയിറ്റ് കാണിക്കാനാണ്. ക്ലോസപ്പ് എടുക്കാം. ഓക്കേ, 44.1. Hey Allu, so I'm gonna check my weight, okay? Okay. So today's date is 15th May 2021. ഞാൻ വർക്കൗട്ട് ഡയറ്റ് ഒക്കെ തുടങ്ങിയിട്ട് എക്സാക്ട്ലി 2 months 15 days ആയി. സോ ഇത്ര നാളിൽ ഞാനിപ്പോൾ എത്ര വെയിറ്റ് ആയി എന്ന് നമുക്ക് നോക്കാം. When I started all of this I was 40 or 41 and now I'm 49.1. Woohoo! ഇന്ന് ഡേറ്റ് ഇസ് 27th May 2021. വർക്കൗട്ട് തുടങ്ങിയിട്ട് എക്സാക്ട്ലി മാർച്ച് ഏപ്രിൽ മെയ് 3 months 27 days ആയി. ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യണമെന്നറിയാം. എന്നാലും സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഐ വാസ് ചില ദിവസങ്ങളിൽ 41, ചില ദിവസങ്ങളിൽ 40, ചില ദിവസം 39 വരെ പോയിട്ടുണ്ട്. പക്ഷെ നമുക്ക് ചില ദിവസം 42, അപ്പോൾ ഐ തിങ്ക് ആവറേജ് 41 എടുക്കാം. And let's see my weight now. അതെങ്ങനെ ഇത്രയൊന്നുമില്ല. അപ്പോൾ ഇന്നത്തെ ഡേറ്റ് 10th July. ഞാൻ വർക്കൗട്ട് വീഡിയോ എടുക്കാൻ പോകുന്നതിന് ഒരു ദിവസം മുന്നെയാണ് ഫൈനൽ വെയിറ്റ് ഒന്ന് നോക്കാനായിട്ടും. എന്തോ പറയണമെന്ന് വെച്ചാൽ വർക്കൗട്ട് തുടങ്ങിയിട്ട് എത്ര നാളായി? മാർച്ച് 1st, ഏപ്രിൽ, മെയ്, ജൂൺ, ജൂലൈ 4 months 10 days ആയി. സോ നമുക്ക് നോക്കാം. ഓക്കെ, 51.3.